ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ വേൾഡിൽ നമുക്ക് അങ്ങനെ ഭയങ്കര പ്രൈവസിയിൽ മുന്നോട്ട് പോകാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. സിനിമ തുടങ്ങുന്ന സമയത്ത് കഴിഞ്ഞ 34 വർഷമായിട്ട് എൻ്റെ കൂടെ നിന്ന് എന്നെ നയിച്ച പ്രിയപ്പെട്ട കുടുംബ പ്രേക്ഷകർക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ 150ാമത്തെ സിനിമ സമർപ്പിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്. ശരിക്കും കഴിഞ്ഞ 30 വർഷക്കാലം ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കിട്ടിയിട്ടുള്ള നടന്മാരിൽ ഒരാളാണ് ഞാൻ. വിൻഡോയ്ക്ക് സിനിമ ആവശ്യമായിരുന്നു, റാണി റാണിക്ക് സിനിമ ആവശ്യമായിരുന്നു, എനിക്ക് സിനിമ വളരെ ആവശ്യമായിരുന്നു. ചിഞ്ചു, എൽസ, റാണി എന്ന് പറഞ്ഞ കഥാപാത്രം ആരാണ് ചെയ്യുന്നത്, ആര് ചെയ്താലും അത് നിന്നാൽ മാത്രമേ ഈ സിനിമയുള്ളൂ. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു നമുക്കേറെ പ്രിയപ്പെട്ട നമ്മുടെ ദിലീപേട്ടൻ. ദിലീപേട്ട നമസ്കാരം. നമസ്കാരം. ഞാനിന്നലെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ ഈ സിനിമ പോയി കണ്ടു. കുടുംബ പ്രേക്ഷകർ ഇങ്ങനെ നിറഞ്ഞ് തിയേറ്ററിൽ മുഴുവൻ മനസ്സോടെ ആസ്വദിക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു തമാശകൾക്ക് പോലും പൊട്ടിച്ചിരിക്കാൻ മടിയില്ലാത്ത, വലിയ പിരിമുറുക്കമൊന്നും കാണിക്കാതെ നല്ലതിനെ അഭിനന്ദിക്കാൻ പാകത്തിന് ഫാമിലി സിനിമ ആസ്വദിക്കുന്നത് കൂടെ ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഈ സിനിമയുടെ ടൈറ്റിലും ഉണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ളത്. സിനിമ തുടങ്ങുന്ന സമയത്ത് കഴിഞ്ഞ 34 വർഷമായിട്ട് എൻ്റെ കൂടെ നിന്ന് എന്നെ നയിച്ച പ്രിയപ്പെട്ട കുടുംബ പ്രേക്ഷകർക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ 150ാമത്തെ സിനിമ സമർപ്പിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫാമിലി ഓഡിയൻസിൻ്റെ ഒരു സപ്പോർട്ട് ഈ കഴിഞ്ഞ 150 സിനിമകളിലും ഈ സിനിമയിലും എത്രത്തോളം ഉണ്ട്? ശരിക്കും കഴിഞ്ഞ 30 വർഷക്കാലം ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കിട്ടിയിട്ടുള്ള നടന്മാരിൽ ഒരാളാണ് ഞാൻ. ഇന്നും ഞാൻ നിലനിൽക്കുന്നത് ആ കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ടുപോകാം. ഒരുപാട് പ്രാർത്ഥന എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഓരോ ഫംഗ്ഷന് ചെല്ലുമ്പോഴും, ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ മലബാർ ഏരിയയിലേക്ക് ട്രാവൽ ചെയ്തു തിയേറ്ററുകളിൽ. അവർക്കറിയില്ല ഞാൻ വരുന്നൊന്നും. ഞാനും എൻ്റെ കൂടെ അഭിനയിച്ച ഹീറോയിൻസൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് പടം കഴിഞ്ഞ്, ശരിക്കും പടം കഴിഞ്ഞപ്പോൾ തിയേറ്ററിൻ്റെ അകത്ത് ലൈറ്റ് ഇടുമല്ലോ, ആ സമയത്താണ് നമ്മൾ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവർ ഭയങ്കര സർപ്രൈസായിട്ട്, അത് ആ സീനിൻ്റെ നമ്മൾ കണ്ണ് നനയാന്ന് പറയില്ലേ, ആ കണ്ണ് നനഞ്ഞ കണ്ണോടുകൂടി ഇങ്ങനെ ആകെ ഇതൊക്കെ തുടച്ചൊക്കെ നിൽക്കുന്ന ചില ആൾക്കാർ അങ്ങനെ. അപ്പം ആൾക്കാർ സർപ്രൈസായി പോയി നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ. വേഗം ഭയങ്കര ആർപ്പുവിളിയും ബഹളവും കയ്യടിയും ഒക്കെ ആയിട്ട് ഇറങ്ങി ഓടി വന്നിങ്ങനെ ചില അമ്മമാരൊക്കെ വന്നിട്ട് കെട്ടിപ്പിടിക്കാന്ന് പറയില്ലേ. അപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഫീലുണ്ടല്ലോ. നമുക്ക് കുറേ കാലമായി ഞങ്ങൾ തിയേറ്ററിൻ്റെ അകത്തിരുന്ന് ചിരിച്ചിട്ട് അയ്യോ ഇതുപോലുള്ള സിനിമകൾ വരണേ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വിശേഷങ്ങളും ഒക്കെ സിനിമ ഞങ്ങൾ എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ചോദിച്ചു എങ്ങനെയുണ്ട് സിനിമ, ഇഷ്ടമായോ? എല്ലാവരും ഒരേ സ്വരത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന്. കാരണം അതിനകത്തൊരു സോഷ്യൽ മെസ്സേജ് നമ്മുടെ പല സിനിമകളിലും അങ്ങനെ മുൻകാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഏതൊരു സിനിമ കഴിയുമ്പോഴും എന്തെങ്കിലും ഒരു സാധനം സമൂഹത്തിന് കണക്റ്റഡ് ആയിട്ടുള്ള, സൊസൈറ്റിയോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ചില സാധനങ്ങൾ. ഈ സിനിമയിൽ അത് 100% അങ്ങനെ ഉണ്ട്. മാത്രമല്ല ഈ സിനിമ ശരിക്കും നമ്മളെല്ലാവരും ഇപ്പം പ്രകൃതിയിൽ എത്രത്തോളം വായു ആവശ്യമാണെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇന്നത്തെ ഒരു സംഭവത്തിൽ സോഷ്യൽ മീഡിയ. ഡിജിറ്റൽ വേൾഡിൽ സോഷ്യൽ മീഡിയയെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന പോലും മീഡിയ റിലേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത് അല്ലേ? കാരണം നമ്മളുടെ ലൈഫിൽ ഒരു ഏറ്റവും കൂടുതൽ ലൈഫിൽ പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരുത്തൻ പടത്തിൻ്റെ ബിഗിനിങ് തന്നെ പറയുന്നുണ്ട്, എന്നിട്ട് എന്താ ഇതിലെ വഴിവെട്ടാഞ്ഞത്, അവൻ്റെ പ്രൈവസി പോവത്രേ. കാരണം അത്രയും പ്രൈവസിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. എങ്ങനെയാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ വേൾഡിൽ നമുക്ക് അങ്ങനെ ഭയങ്കര പ്രൈവസിയിൽ മുന്നോട്ട് പോകാൻ പറ്റുക എന്ന് പറയുന്നൊരു വലിയ ചോദ്യമുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിലെ ആളുകളുടെ സപ്പോർട്ടും ഈ സിനിമയ്ക്ക് ഭയങ്കരമായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ കണ്ടതിന് ശേഷം ചില ആൾക്കാർ വിളിച്ചു ചോദിച്ചു ഞങ്ങളെ ഉദ്ദേശിച്ചാണോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെയല്ല, അല്ലല്ലേ തമാശ പറഞ്ഞാണ്, ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, ഞങ്ങൾക്കും ഒരു തിരിച്ചറിവാണത്. കാരണം ചില ആൾക്കാർ കൈവിട്ടു പോവാന്ന് പറയില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ഒന്ന് ചിന്തിക്കാനുള്ളൊരു സിനിമ കൂടിയാണ്. ദിലീപേട്ട, സിനിമ ആസ്വദിപ്പിക്കുന്നു, രസിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു എന്നതിനൊക്കൊപ്പം സിനിമ ഒരു റീതിങ്കിങ്, ഒരു പുനർവിചിന്തനത്തിന് കൂടെ കാരണമാകുന്നു എന്നുള്ളത് ഇന്നത്തെ സമകാലിക ജീവിതത്തിൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ സിനിമയിൽ ദിലീപേട്ടൻ നായികയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.
നിനക്ക് മില്യൺ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാവും. ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഒരു ആത്മമിത്രം നിനക്കുണ്ടോ എന്ന ചോദ്യം തിയേറ്ററിൽ നിന്ന് പണം കാണുന്ന ഇന്ന് ചിലപ്പോൾ മീഡിയയിലൊക്കെ വളരെ സ്റ്റാർഡുമുള്ള ചിലർന്ന് സ്വയം ചോദിച്ചാൽ അതൊരു വലിയ റീതിങ്കിങ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഈ സിനിമയെ മോശം പറഞ്ഞ് 1-2 പേര് പറഞ്ഞപ്പോൾ തന്നെ അവർ പെട്ടെന്ന് വയലൻ്റ് ആയത്. അതാണ്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറഞ്ഞത്? ഞങ്ങൾ ആ സിനിമ കണ്ടവരാണ് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ അത് ഈ പറയുന്ന ഇപ്പം ഹരി പറഞ്ഞ പോലത്തെ ആ ഒരു ചിന്തിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കാന്ന് പറയില്ലേ, അത് ഉള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം ഇതിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സൊസൈറ്റിയിൽ ഇതിൻ്റെ റെലവൻസ് ഭയങ്കരമാണെന്ന് ഉത്തമ ബോധ്യം ഈ സിനിമ കണ്ട എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് അവർ തന്നെയാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും കിട്ടിയ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ മൗത്ത് പബ്ലിസിറ്റിയാണ്. നമ്മൾ അതിന് 3-4 ദിവസത്തിന് ശേഷമാണ് നമ്മൾ പബ്ലിസിറ്റി ഹൈപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരു ഹൈപ്പും ഈ സിനിമയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനൊരു സിനിമയുണ്ട്, ഇങ്ങനൊരു സിനിമയുടെ പേരുണ്ടെന്നുള്ളത് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഈ സിനിമയുടെ കണ്ടന്റ് ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ കൂടിയാണ് പോകുന്നതെന്നുള്ളതും അത്യാവശ്യം സൂചന കിട്ടിയിട്ടുണ്ട്. ഈ സിനിമയിൽ ഇങ്ങനെ ചിരിക്കാനുണ്ടെന്നൊന്നും നമ്മൾ അവകാശപ്പെട്ടിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പ്ലെയിനായിട്ട് മനസ്സോടുകൂടി തന്നെയാണ് ഇതിനെ ഒരു പ്രതീക്ഷയില്ലാണ്ട് ഈ സിനിമ ഒന്ന് കണ്ടപ്പോഴാണ് അവനിങ്ങനെ സാധാരണ പോലെ ഇങ്ങനെ പരിചയപ്പെടുത്തിയൊക്കെ ഇങ്ങനെ പോയി പെട്ടെന്നാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയും വന്ന് കയറുന്ന എലിമെൻ്റ് ഇതൊരു സോഷ്യൽ എലിമെൻ്റാണ് വന്ന് കയറുന്നത്. പിന്നെ ലൈഫിൽ അത് വെറുതെ തമാശ മാത്രമല്ല, ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കണ്ണ് നനയിപ്പിക്കുകയും ഒക്കെ. എനിക്ക് തോന്നുന്നത് നമ്മുടെ എല്ലാവരുടെ ജീവിതവുമായിട്ട് ഇതിന് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് ഈ സിനിമയെ ഇത്ര വിജയത്തിലേക്ക് ഇത് കൊണ്ടുപോകുന്നത്. അതത്ര പൂർണ്ണമായിട്ട് കഥാപാത്രങ്ങൾ നന്നായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ദിലീപേട്ടനോടൊപ്പം നായികയായിട്ടുള്ള കുട്ടി നല്ല പെർഫോമൻസ് ആയിരുന്നു. ആ ക്യാരക്ടർ റാണിയ റാണ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടിയുടെ ആദ്യത്തെ സിനിമ നമ്മളെ സിനിമ കണ്ടാൽ പറയില്ല. വെരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിരിക്കും. ഭയങ്കരമായിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇപ്പം ഞാൻ ആദ്യം ഈ കഥ ഷാരിസും മിൻറ്റും എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലെ ശരിക്കും മെയിൻ കഥാപാത്രം ആ കുട്ടിയാണ്. ആ കഥാപാത്രം ചിഞ്ചു എൽസ റാണി എന്ന് പറഞ്ഞ കഥാപാത്രം ആരാണ് ചെയ്യുന്നത്? ആര് ചെയ്താലും അത് നിന്നാൽ മാത്രമേ ഈ സിനിമയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ നിലവിലുള്ള ആൾക്കാരെക്കുറിച്ച് ചിന്തിച്ചു. പക്ഷെ അപ്പോൾ അവരെക്കുറിച്ചൊരു ധാരണയുണ്ടാവും ജനങ്ങൾക്ക്. അങ്ങനെയാണ് പുതിയ ആൾക്കാരിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പുതിയ ആൾക്കാരെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ ആ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് ആ സമയത്ത് സിനിമയിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി. എനിക്ക് തോന്നുന്നു അവർ പിന്നീട് പറഞ്ഞു, ഞാൻ 20 വർഷക്കാലമായി സിനിമയിൽ എൻ്റെ മനസ്സ് മുഴുവൻ സിനിമയാണ്. കലാമണ്ഡലത്തിലൂടെ പഠിച്ച ഒരു വലിയ നർത്തകിയാണ് ആ കുട്ടി. അപ്പോൾ ആ കുട്ടിയുടെ ഒരു സമയം, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ യൂണിവേഴ്സ് നമ്മൾ ആഗ്രഹിക്കുന്ന കേൾക്കുക എന്ന് പറയുന്നത് എന്ന് പറയുന്ന പോലെ കറങ്ങി ആ കുട്ടി ഈ സിനിമയ്ക്ക് ഗുണകരമായിട്ട്. ഒപ്പം ഇപ്പം സിദ്ദിഖ് സാർ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു പോയിന്റിൽ കുട്ടിയോട് പറയുന്നുണ്ട്, ചിഞ്ചുനോട്, നീ ഞങ്ങളെയൊക്കെ ഫുള്ളാക്കിക്കോളൂ, കർത്താവിനെ ഫുള്ളാക്കരുത്. ഇതൊക്കെ ആളുകൾക്ക് സ്വയം ചിന്തിക്കുമ്പോഴേ ഇപ്പം ദൈവത്തെ പോലും മറന്നുകൊണ്ടും ദൈവത്തെ പോലും പറ്റിച്ചുകൊണ്ടും ജീവിക്കുന്നവർക്ക് ഈ വാചകമൊക്കെ ഒന്ന് ഹൃദയത്തിൽ വന്ന് തറയ്ക്കുന്നത് തോന്നുന്നു. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ മറ്റുള്ള ഇപ്പം ബിന്ദു പണിക്കർ, മഞ്ജു പിള്ള, മറ്റൊരു നായിക മീനാക്ഷി എന്നൊരു കുട്ടി, പിന്നെ ജോണി ആനന്ദ് ചേട്ടൻ, അങ്ങനെയുള്ള പിന്നെ മറ്റെല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഒപ്പം ഡയറക്ടർ, റൈറ്റർ, മറ്റെല്ലാ സാങ്കേതിക പ്രവർത്തകരുടെയും ഒക്കെ ഒരു പൂർണ്ണമായിട്ടുള്ള ശ്രമം വിജയം കണ്ടു എന്ന് തന്നെ പറയാം ഈ അവസരത്തിൽ. 100%. ഇതിൽ നമ്മൾ ഒരാളുടെ ലൈഫ് മാത്രമല്ല, ഇതിൽ ബിൻഡോ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ഇത്രയും വർഷക്കാലം അയാൾ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് വന്നൊരു ചെറുപ്പക്കാരൻ. അതുപോലെ ഷാരിസ് സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ ഒരു ഇത്, പിന്നെ നാച്ചുറലി ലിസ്റ്റിൻ ഇവിടെ അദ്ദേഹത്തിന് 30ാമത്തെ സിനിമയാണ്, ഒരുപാട് സിനിമ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു പുതിയ ഒരാൾ വരുന്ന സമയത്ത് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയത് ചെന്ന് ബിൻഡോയ്ക്ക് സിനിമ ആവശ്യമായിരുന്നു, റാണി റാണയ്ക്ക് സിനിമ ആവശ്യമായിരുന്നു, എനിക്ക് സിനിമ വളരെ ആവശ്യമായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമ ഓടുന്ന ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു ചലഞ്ചായിട്ട് എടുത്ത ഒരാളാണ് ലിസ്റ്റ് സ്റ്റീഫൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സിനിമ നമുക്ക് എത്രത്തോളം ആവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആനുകാലിക സംഭവങ്ങളെ ബേസ് ചെയ്ത് ഇപ്പം ഞാൻ 150ാമത്തെ ഒരു സിനിമ വരുമ്പോൾ അത് കുടുംബ പ്രേക്ഷകരുടെ സിനിമ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എല്ലാം കൂടി ഒത്തുവരിക എന്ന് പറയില്ലേ? എത്രയധികം ഒരു കുടുംബ ബന്ധങ്ങളുടെയും സൗഹൃദത്തിൻ്റെയും പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും ഒക്കെ നല്ല അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ ഇനിയും
കൂടുതൽ കൂടുതൽ വലിയ വിജയങ്ങളുടെ അടുത്തുനിന്ന്. അല്ല, നമ്മൾക്ക് ഉള്ളത് കിട്ടിയ ഗുണം എന്ന് വെച്ചാൽ ഭാഗ്യം തന്നെ പറയാം. അതെ, ഒരു 3 തലമുറ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ്. ഞാൻ CID മൂസ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് അന്ന് കുട്ടികളായിരിക്കുന്നവർ, അതെ, അവരുടെ അച്ഛനും അമ്മയും ഇന്ന് ആ കുട്ടികളായിരുന്ന കുട്ടികൾ മാതാപിതാക്കളായി, അതെ, അവരുടെ കുഞ്ഞുങ്ങൾ. അങ്ങനെ 3 തലമുറയുടെ മുമ്പിലാണ് നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം അത്രയും സപ്പോർട്ട് നമുക്ക് ഈ സിനിമയ്ക്ക് കിട്ടി. കാരണം ആ സ്നേഹവും സിനിമയെ, ഞാൻ അഭിനയിക്കുന്ന സിനിമ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു നൂൺ ഷോ കഴിഞ്ഞപ്പോൾ ഗംഭീര സിനിമയാണെന്ന് അഭിപ്രായം കിട്ടിയപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിലേക്ക് ഓടി വന്നു. അത് മറക്കാനാവില്ല. അത്രയേറെ നന്ദിയും കടപ്പാടും അറിയിക്കണം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും. താങ്ക് യു ദിലീപേട്ട. താങ്ക് യു വെരി. താങ്ക് യു.